പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെന്റ് മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്കിതിൽ പഠിക്കുവാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, നമ്പർ ലൈനിൻ്റെ മുകളിൽ അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് ടു വേരിയബിൾ, അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഈ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സ്ട്രാ ഒരു കാര്യം കൂടി നമ്മൾ പറയും, ഡബിൾ ഇൻഇക്വാലിറ്റി എങ്ങനെ സോൾവ് ചെയ്യാം എന്ന ഒരു കാര്യം കൂടി നമ്മളിതിൽ എക്സ്ട്രാ പറയുന്ന ഒരു കാര്യമാണ്. ചില വർഷങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് ടു വേരിയബിൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതാണ് പ്രധാനമായും പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ സോൾവ് ചെയ്യാനുള്ള ആശയം പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സോൾവ് എന്ന് പറയുന്ന ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ എന്ന് പറയുന്നത് സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് ഇൻഇക്വാലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ആ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രമാക്കി നിലനിർത്താം. എക്സ് മാത്രമാക്കി ലെഫ്റ്റ് സൈഡ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈക്വൽ കേസുകളിലൊക്കെ ഇക്വേഷൻസുകൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളുണ്ട്. പോസിറ്റീവായ ടേമിനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആകുന്നു, നെഗറ്റീവ് ആകുന്നത് പോസിറ്റീവായിട്ട് മാറുന്നു, ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ആശയം നിങ്ങൾ ഓർമ്മയിലുണ്ടായാൽ മതി. കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ഒരേ നമ്പറുകൾ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. പോസിറ്റീവായ ഏത് നമ്പർ കൊണ്ട് നമുക്ക് ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. എന്നാൽ നെഗറ്റീവായ നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നതെങ്കിൽ ഇൻഇക്വാലിറ്റിയുടെ ഓർഡർ റിവേഴ്സ് ഓർഡറിലേക്ക് മാറും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ ഇൻഇക്വാലിറ്റിയുടെ ഓർഡർ എന്താവും? റിവേഴ്സ് ഓർഡർ ആവും. അതായത് ലെസ് ദാൻ ആണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നതെങ്കിൽ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് എന്താവും? ഗ്രേറ്റർ ദാൻ ആവും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്തായി മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഇത്രയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുക എന്നതിലേക്ക് ഒന്ന് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? 3 × x - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × x - 3. ഇതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആദ്യം 3 എന്ന് പറയുന്നത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 2 എന്ന് പറയുന്നത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, അത് മറന്നു പോകരുത്. അപ്പോൾ 3 × x എന്ന് പറഞ്ഞാൽ അത് വരും 3x മൈനസ് 3 × 1 എന്ന് പറയുന്നത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × x 2x മൈനസ് 2 × 3 6. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് എക്സിന്റെ എല്ലാ ടേമുകളും എത്തിക്കുക. കോൺസ്റ്റന്റ് ആയ ടേമുകളൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യലാണ് ഇനി അടുത്തത്. അറേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ 3x ഉണ്ട്, 3x അതുപോലെ നമ്മൾ ഇറക്കി എഴുതി.
ഇത് പ്ലസ് 2x ആണ്. എങ്ങനെയാണ് പ്ലസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്? ഏത് ടേമിന്റെയും സിമ്പൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. 2xന്റെ ലെഫ്റ്റിൽ ആരുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? പോസിറ്റീവായിട്ട് പറയും. അപ്പോൾ പ്ലസ് 2x ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? -2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി -6 ഉണ്ട്, അതിനെ അതുപോലെ താഴേക്ക് ഇറക്കി എഴുതിയിട്ടുണ്ട്. -3 പതി പോകുമ്പോൾ എന്തായിട്ട് മാറുന്നത്? +3. 3xൽ നിന്നും 2x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 1x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6 + 3. എത്ര ആൻസർ വരിക? -3. 1x എന്ന് പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് എഴുതിയാൽ മതി? x എന്ന് പറഞ്ഞാൽ ആരും മാത്രം എഴുതിയാൽ മതി. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. അപ്പൊ ഇതാണ് അതിന്റെ എന്ത് വരിക? സൊല്യൂഷൻ വരിക. ഇത്തരം ക്വസ്റ്റ്യൻസുകളുടെ സൊല്യൂഷൻ എഴുതി നിർത്തുമ്പോൾ ലെഫ്റ്റിൽ x ആവും, റൈറ്റിൽ ഒരു നമ്പർ ആണ് കിട്ടുക. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, റാഷണൽ പാർട്ട് വരുന്ന രീതിയിലാവാം. എന്തായാലും നമ്മൾ ലെഫ്റ്റ് സൈഡ് എക്സിലേക്ക് മാത്രമായി എത്തിക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഈക്വൽ കേസ് ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്യുകയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മുൻപ് ചെയ്ത അതേപോലെ തന്നെ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6 മൈനസ് 3 × x 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 1 2 മൈനസ് 2 × x 2x. x ന്റെ ഡെറിവേറ്റീവ് വശത്താക്കാം. ഇവിടെ 3x ഉണ്ട്, അതിന്റെ സിമ്പൽ -3 അല്ലെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് -3. അപ്പോൾ -3x ഞാൻ അതുപോലെ എഴുതി. -2x നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ 2 ഉണ്ട്, അത് അതേപോലെ താഴേക്ക് ഇറക്കി എഴുതുക. +6 ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുന്നത്? -6. -3x + 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കൊണ്ട് എന്ത് നമ്മൾ ചെയ്താലും എന്താ സംഭവിക്കുക? ഇനീക്വാലിറ്റി റിവേഴ്സ് ഓർഡറിലേക്ക് മാറും. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ -1. ഇതെങ്ങനെ ഡിവിഷൻ ആയത്? -1x എന്ന് പറഞ്ഞാൽ എന്താണ്? -1 × x ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. ഡിവൈഡ് ആവുന്നത് മാത്രമല്ല, ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്താണ്? നെഗറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് എന്തായി? ഇതുവരെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു, ഈ സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോൾ എന്തായത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറി. ഇനി നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ എന്ത് പറയാം? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തേണ്ടത്. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2x 4x പ്ലസ് 2 × 3 6 -10 അതുപോലെ എഴുതി. ലെസ് ദാൻ 6 × x 6x മൈനസ് 6 × 2 എന്ന് പറയുന്നത് 12. ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ ടേം മാത്രം മതി. അപ്പോൾ 4x അതുപോലെ എഴുതി. +6x ആണ്, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ -6x ലെസ് ദാൻ, ഇവിടെ -12 ഉണ്ട്, -12 അതുപോലെ എഴുതി. +6 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -6 -10 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ +10. 4x ൽ നിന്ന് 6x പോയാൽ -2x, ബാക്കി വരുന്നത് എന്താണ്? -2x ലെസ് ദാൻ -12 -6 എന്ന് പറഞ്ഞാൽ എന്താണ്? -18 പ്ലസ് 10, അതായത് -2x ലെസ് ദാൻ -18 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? -8. x ഗ്രേറ്റർ ദാൻ, കാരണം -2 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. -8 by -2, that is x greater than 4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എന്താണ്? x greater than 4 എന്ന് പറയുന്നതാണ് ഇവിടെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ലെസ് ദാൻ ആയിരുന്നു, ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ആയി. കാരണം നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനേക്കാൾ പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് പോകുമ്പോൾ ഡിവിഷൻ ആയി. ഡിവിഷൻ ആയി എന്ന് പറയുമ്പോൾ നമ്മൾ താഴെയാണ് എഴുതുക. പക്ഷെ ഇത് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ലെസ് ദാൻ മാറി എന്തായിട്ട് മാറും? ഇവിടെ
ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കാര്യമായിട്ട് മാറും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ -12 എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതുമ്പോൾ 12 മാത്രമായിട്ട് എഴുതരുത്. ടേമിന്റെ സിമ്പൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. ആ സൈൻ കൂടി ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് ഇറക്കി എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും സൈഡിൽ ഡിവിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ x/2 എന്ന് പറയുന്ന കാര്യം ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ 1 എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ സൈഡ് ഡിവിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ y1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? x/3 ഗ്രേറ്റർ ദാൻ x × 1 x പ്ലസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 1 2. ആണോ? ഡിവിഷൻ കംപ്ലീറ്റ് ആയി. രണ്ട് സൈഡിൽ ഇപ്പോൾ എന്താണ്? ഡിവിഷൻ കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ അല്ലേ, ഇവിടെ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. നമ്മുടെ ഡിവിഷൻ അല്ലേ, ഇവിടെ പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് അടുത്ത സ്റ്റെപ്പ് 2 × x 2x ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 3 × x പ്ലസ് 2 2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. 3 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇനി 2x ഗ്രേറ്റർ ദാൻ 3x പ്ലസ് 6 3 കൊണ്ട് രണ്ട് ടേമിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 2x മൈനസ് 3x ഗ്രേറ്റർ ദാൻ 6 പ്ലസ് 3x ആണ്. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് 3x ആയി. 2x മൈനസ് 3x എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1x ഗ്രേറ്റർ ദാൻ 6. അതായത് x ലെസ് ദാൻ നെഗറ്റീവ് നമ്പർ ആണ്. x ലെസ് ദാൻ 6/-1. അതെന്താണ്? x ലെസ് ദാൻ -6. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? x ലെസ് ദാൻ -6 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ചോദ്യത്തിന്റെ അതേപോലെയാണ്. ഈ സൈഡ് ഡിവിഷൻ കംപ്ലീറ്റ് അല്ല. അപ്പൊ മുൻപ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? y1 കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 3x - 4 ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + 1 മൈനസ് 4 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 4 × 1 4. 3x - 4 ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? -3 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെ x - 3/4 1 - 4 1 - 4 നമുക്കറിയാം -3 ആണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രം. അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതാം? 4 × 3x - 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × x - 3. 4 ൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. 2 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി. ഓക്കെ, 12x - 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2x - 6. 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 12x പ്ലസ് 2x ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ -6 ഉണ്ട്, അതുപോലെ താഴേക്ക് ഇറക്കി എഴുതുക. -16 അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ +16. 12x - 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10x. 10x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6 + 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 10. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10/10. That is x greater than or equal to 1. അപ്പോൾ അതിന്റെ ആൻസർ എന്താ വരിക? x greater than or equal to 1 എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇവിടെ രണ്ട് സൈഡിലും ഡിവിഷൻ ഒക്കെ കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ 3 വരുമ്പോൾ എന്താവും? ഇവിടെ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 3 × 3 9 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 9 × x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 × 2 - 6. ഇങ്ങനെയാണ് വന്നത്. 3 × 3 അതാണ് 9 വരാൻ കാരണം. 5 × 5 25 ആണ്, അതാണ് ഇവിടെ 25 എന്ന് പറയുന്ന ആശയം കിട്ടാനുള്ള കാരണം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം.
9x minus 18. 9 into x 9x minus 9 into 2 എത്ര വരും 18 less than or equal to 50 minus 25x. അതായത് 9x plus 25x less than or equal to 50 അതുപോലെ എഴുതി minus 18 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും plus 18 അതായത് 34x less than or equal to 68. X less than or equal to 68 by 34. X less than or equal to 2. ഇവിടെ ഡിവിഷൻ കംപ്ലീറ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താക്കുക ഇവിടെ കംപ്ലീറ്റ് ആക്കുക. 2x minus 1 by 3 less than or equal to 5 ഉം 3x minus 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5 into 3x minus 2 minus 4 into 2 minus x divided by 4 into 5 എത്ര വരും 20. 2x minus 1 by 3 less than or equal to 5 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15x minus 10 ഇവിടെ minus 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. minus 4 into 2 minus 8 minus 4 into minus x എന്ന് പറയുന്നത് plus 4x divided by 20. ഈ ഭാഗം ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 2x minus 1 by 3 less than or equal to 15x plus 4x എന്ന് പറഞ്ഞാൽ എത്ര വരും 19x minus 10 minus 8 minus 18 divided by 20. അടുത്ത സ്റ്റെപ്പിൽ 20 ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നതാണ് അതിനുള്ള കാരണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളായിട്ട് മാറും 20 into 2x minus 1 less than or equal to 3 into 19x minus 18 അതായത് 40x minus 20 less than or equal to 57x minus 54. 57x minus 54. 40x minus 57x പോസിറ്റീവ് ആണ്, ഇവിടെ എന്തായി നെഗറ്റീവ് ആയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു minus 54 minus 20 അങ്ങോട്ട് പോകുമ്പോൾ plus 20 അതായത് minus 17x less than or equal to minus 54 plus 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus 34. x greater than or equal to കാരണം minus 17 കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ minus 34 by minus 17 less than or equal to എന്തായി greater than or equal to ആയി. അതായത് x greater than or equal to 2. അപ്പോൾ അവിടെ x ന്റെ വാല്യൂ എത്ര വരിക? greater than or equal to 2 ആണ് വരിക. 2 അല്ലെങ്കിൽ 2 ന്റെ മുകളിലേക്കുള്ളത് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകളിലൊക്കെ x എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇതിലെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സിമ്പൽ മാത്രമേ ഉള്ളൂ. ഇനി രണ്ട് ഇൻഇക്വാലിറ്റി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻഇക്വാലിറ്റി വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നോക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് രണ്ട് സിമ്പിൾ അവിടെ വരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട് തവണ വരുന്നു. അതുകൊണ്ട് ഇത് എന്താണ്? ഡബിൾ ഇൻഇക്വാലിറ്റിയാണ്. ഡബിൾ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എക്സ് എന്ന് പറഞ്ഞ കാര്യം അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ അതിന് പകരം സെന്ററിൽ എക്സ് എന്ന് പറയുന്ന ആശയം മാത്രമാക്കി നിർത്തുക. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മറ്റു കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കൂ. നമുക്ക് ആദ്യം വേണ്ടത് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. സെൻട്രൽ ടൈമിൽ നിന്ന് ഈ പറയുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞ കാര്യം മാറ്റി നിർത്തണം. അതിനുവേണ്ടി എല്ലാ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 into 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x plus 3. കാരണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 into 5. അതായത് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു
2x plus 3 less than or equal to 20. നെക്സ്റ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റന്റ് ടേം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. ഇവിടെ +3 അല്ലേ, അപ്പോൾ +3 ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാത്തിൽ നിന്നും 3 മൈനസ് ചെയ്യാം. 3 മൈനസ് ചെയ്യുമ്പോൾ 5 minus 3 less than or equal to, ഇവിടെ 3 മൈനസ് ആയി പോകും, ബാക്കി 2x less than or equal to 20 minus 3. 2 less than or equal to 2x less than or equal to 17. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ x മാത്രമാവണമെങ്കിൽ ഈ 2 എന്ന് പറയുന്ന കാര്യത്തിനെ മാറ്റി നിർത്തണം. 2 മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2/2 less than or equal to, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ x മാത്രമാവും, less than or equal to 17/2. അതായത് 1 less than or equal to x less than or equal to 17/2. അപ്പോൾ നമ്മുടെ ഡബിൾ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യണം, കൂടാതെ നമ്പർ ലൈൻ്റെ മുകളിൽ അടയാളപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് തന്നെ സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം 4x plus 3 less than 5x plus 7. 4x minus 5x plus 5x-നെ പുറത്തേക്ക് കൊണ്ടുവന്നു, minus 5x ആണ്, less than plus 7 ഉണ്ട്, അതുപോലെ താഴേക്ക് ഇറക്കി എഴുതി, plus 3 ഇങ്ങോട്ട് വരുമ്പോൾ minus 3, അതായത് minus 1x less than 4. x greater than 4/-1, അതായത് എന്താ വരിക, x greater than -4. ഇപ്പൊ നമുക്ക് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു. ഇനി നമ്പർ ലൈൻ്റെ മോഡൽ എങ്ങനെ അടയാളപ്പെടുത്താം, ഒരു ലൈൻ വരയ്ക്കാം, 0 1 2 3 4 എക്സെട്ര കാണിക്കാൻ വേണ്ടിയിട്ടാണ് അര മാർക്ക് കൊടുക്കുന്നത്. -1 -2 -3 -4. ഇതില് നമുക്ക് എന്താ പറഞ്ഞത്, എക്സ് ഗ്രേറ്റർ ദാൻ -4, -4ന്റെ മുകളിലായിരിക്കണം എക്സിന്റെ വാല്യൂസ്. അപ്പൊ -4 എന്ന് പറയുന്ന ഭാഗം വരിക, ജസ്റ്റ് ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. -4 ജസ്റ്റ് അവിടെ എന്ത് കൊടുക്കുക, ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് സർക്കിൾ മാത്രം മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ സർക്കിൾ നമ്മൾ എന്ത് ചെയ്യും, നന്നായി ഷെയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റർ ദാൻ -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4ന്റെ മുകളിലേക്ക് എല്ലാം പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഈ ആരോ മാർക്ക് ഒന്ന് ഡാർക്ക് പിടിച്ചു. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ -4 ആവില്ല, ജസ്റ്റ് സർക്കിളുള്ളൂ. മുകളിലേക്കുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഡാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഡാർക്ക് ചെയ്ത് കാണിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മുകളിലേക്കുള്ള ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എക്സ് ഗ്രേറ്റർ ദാൻ -4 എന്ന് പറയുന്നത് നമ്പർ ലൈനിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടയാളപ്പെടുത്തുന്നത്. ഇതില് മുകളിൽ വേറെ ലൈൻ വരക്കാനൊന്നുമില്ല, എന്തിനാണ് ഈ ലൈനിൽ എന്തിനാണെന്ന് ഡാർക്ക് ചെയ്യിപ്പിച്ച് വിട്ടാൽ മതി. ഓക്കെ, ഇപ്പൊ ചെയ്ത അതേപോലെ തന്നെയുള്ള പ്രശ്നമാണ്. 7x plus 3 less than 5x plus 9. 7x minus 5x less than 9 minus 3. അതായത് എത്ര വരിക, 2x less than 6. x less than 6/2 എത്ര വരുന്നത്, x less than 3. നമ്പർ ലൈൻ വരയ്ക്കാം, 0 1 2 3 4 -1 -2. ഇതിലെ 3 എന്ന് പറയുന്നതിന്റെ അവിടെ ഒരു സർക്കിൾ കൊടുക്കും. 3 ലെസ് ദാൻ 3 ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, താഴേക്കാണ്. താഴേക്കാണെന്നുള്ളത് ഇങ്ങോട്ടുള്ള ഭാഗം ഡാർക്ക് ചെയ്യിപ്പിക്കുക, ആരമാർക്കും ഡാർക്ക് കൊടുക്കുക. അതായത് ഈ വരച്ച വെച്ചതിന്റെ അർത്ഥം എന്താണ്, 3 ആവില്ല. 3ന് താഴെയുള്ള ഏത് കേസും നമുക്ക് എന്തായിട്ട് വരാം, ഇതിന്റെ ആൻസർ ആയിട്ട് വരാം. ഒരു 1 വേർഡ് ക്വസ്റ്റൻ ആണ്. അതായത് താഴെ നിങ്ങൾക്കൊരു ഇൻഇക്വാലിറ്റി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആ ഇൻഇക്വാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇന്റർവെൽ ഏതാണ്? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്ത് നോക്കാം. 3x minus 1 greater than or equal to 5. 3x greater than or equal to 5 plus 1. എത്ര വരിക?
3x greater than or equal to 6. അതായത് x greater than or equal to 6/3. x greater than or equal to 2. x എന്ന് പറയുന്നതിന്റെ വാല്യൂ 2 ആവാം, 2ന്റെ മുകളിലുള്ള ഏതും ആവാം. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം? ഇന്റർവെൽ ആയിട്ട് എഴുതണം. ഇന്റർവെൽ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം? 2 ആവാം, 2ന്റെ മുകളിലേക്ക് എന്തുമാവാം. റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ സെറ്റ് ഇൻഫൈനൈറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ രണ്ടിന്റെ മുകളിലേക്കുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇൻഫിനിറ്റി. ഇതിനെ ഇന്റർവെൽ ആക്കി മാറ്റുമ്പോൾ 2 ഉൾപ്പെടുന്നത് കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം? ഓപ്പൺ ആക്കുക. അപ്പൊ നമ്മുടെ ഇന്റർവെൽ ഏതാ വരിക? ഹാഫ് ഓപ്പൺ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്ലാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. വേറൊരു വർഷം നമ്മുടെ ഇന്റർവെല് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇൻഇക്വാലിറ്റിയിൽ ഏതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക എന്നുള്ള ആശയത്തിലേക്ക് കണക്ട് ചെയ്യാൻ ചോദിച്ചിരുന്നു. അതായത് 2 ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തതിൽ ഏത് ഇൻഇക്വാലിറ്റിയാണ് അത് ഹോൾഡ് ചെയ്യാന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഏത് ഇൻഇക്വാലിറ്റി മാത്രം അവിടെ ഹോൾഡ് ചെയ്യൂ? ഈ പറയുന്ന ഇൻഇക്വാലിറ്റി ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതാണ് അവിടെ എന്തായിട്ട് വരുന്നത്? നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ -3 എന്ന് പറയുന്നത് നമ്പർ ലൈനിന്റെ മുകളിൽ അടയാളപ്പെടുത്തണം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നമ്മളൊരു ലൈൻ വയ്ക്കാം. 0 1 2 3 4 -1 -2 -3 -3 എന്ന് പറയുന്നതിന്റെ മുകളിലേക്ക് വരിക. സർക്കിൾ കൊടുക്കും. ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് എവിടേക്ക് ഉണ്ടാവുക? റൈറ്റിലേക്കാണ് എന്തുണ്ടാവുക? നമുക്ക് ലൈൻ വരയ്ക്കേണ്ടി വരും. അപ്പൊ ഈ ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്യിപ്പിക്കുക, ആരോ മാത്രം ഡാർക്ക് ചെയ്യിപ്പിക്കാൻ. ഇതാണ് x ഗ്രേറ്റർ ദാൻ -3 എന്ന് പറയുന്നത് നമ്പർ ലൈനിന്റെ മുകളിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുവാനുള്ളത്. ഒരു സെന്റൻസിലുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ഇൻഇക്വാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. രാജു എന്ന് പറയുന്ന കുട്ടി 3 എക്സാമിനേഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെയും രണ്ടാമത്തെയും എക്സാമിനേഷന് കിട്ടിയ സ്കോറുകളാണ് അല്ലെങ്കിൽ മാർക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 70 മാർക്സ് ആൻഡ് 60 മാർക്സ്. ഇനി തേർഡ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക് അതുകൂടി അറിഞ്ഞിട്ട് അതിന്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കണം? ആവറേജ് 50 മാർക്സ് ആയിരിക്കണം. അത് 50 തന്നെ എക്സാക്ട്ലി വരണം എന്നല്ല പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് 50 മാർക്സ് എന്നാണ്. 50 മാർക്കോ അല്ലെങ്കിൽ 50ന്റെ മുകളിലോ ആവാം. അപ്പോൾ തേർഡ് എക്സാമിനേഷനിൽ ആ കുട്ടി എത്രയാണോ സ്കോർ ചെയ്തത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫസ്റ്റ് എക്സാമിനേഷൻ 70, സെക്കൻഡ് എക്സാമിനേഷൻ 60 മാർക്ക് രണ്ട് തമ്മിൽ ആഡ് ചെയ്തു. മൂന്നാമത്തെ എക്സാമിനേഷന്റെ മാർക്ക് അറിയില്ല, അതുകൊണ്ട് എക്സ് കൊടുക്കും. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വരിക? ഡിവൈഡഡ് ബൈ 3. ഇത് അറ്റ്ലീസ്റ്റ് 50 മാർക്സ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ സിമ്പിൾ വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിളാണ് വരിക. ഓക്കെ, അത് ഇൻഇക്വാലിറ്റി ആയില്ലേ? ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാം. ഇനി അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് 130 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. 70 പ്ലസ് 60 എത്ര ചെയ്യുന്നുണ്ട്? 130. 3 ഡിവിഷൻ അല്ലേ? അവിടെ പോകുമ്പോൾ എന്താ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. 130 plus x greater than or equal to 3 into 50. അതായത് 130 plus x greater than or equal to 150. x greater than or equal to 150 minus 130. അതായത് x greater than or equal to 20. അപ്പൊ തേർഡ് എക്സാമിനേഷൻ എന്തായിരിക്കണം? 20 മാർക്കോ അല്ലെങ്കിൽ 20ന്റെ മുകളിലോ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 50 മാർക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് എക്സാമിന് കിട്ടിയ സ്കോർ പ്ലസ് സെക്കൻഡ് എക്സാമിനേഷന് കിട്ടിയ സ്കോർ പ്ലസ് ലാസ്റ്റ് എക്സാമിനേഷന് കിട്ടിയ സ്കോർ, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? ആവറേജ് എന്ന് പറയുന്ന ആശയം വരുന്നത്. ആ ആവറേജ് അറ്റ്ലീസ്റ്റ് 50 മാർക്ക് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. ആ ഇൻഇക്വാലിറ്റിയുടെ സിമ്പിളിന് പ്രത്യേകത ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ അവിടെ എഴുതണം. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ആരതി എന്ന് പറയുന്ന കുട്ടി 3 എക്സാമിനേഷൻസ് ആണ് ഒരു വർഷത്തിൽ എഴുതുന്നത്. അതിൽ
സെക്കൻഡും തേർഡും എക്സാമിനേഷനിൽ കിട്ടിയ സ്കോറുകൾ ഫസ്റ്റ് എക്സാമിനേഷന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ 5 കൂടുതലാണ് സെക്കൻഡ് എക്സാമിനേഷന്, 10 കൂടുതലാണ് തേർഡ് എക്സാമിനേഷന്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എക്സാമിനേഷന് ഈ കുട്ടി സ്കോർ ചെയ്ത മാർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമിനേഷൻ്റെ മാർക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ്. സെക്കൻഡ് എക്സാമിനേഷൻ്റെ മാർക്കോ ആദ്യത്തെ എക്സാമിനേഷൻ്റെ മാർക്കിനേക്കാൾ 5 കൂടുതലാണ്, അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? എക്സ് പ്ലസ് 5. തേർഡ് എക്സാമിനേഷനോ ആദ്യത്തെ എക്സാമിനേഷനേക്കാൾ 10 മാർക്ക് കൂടുതലാണ്, അപ്പോൾ എക്സ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ 3. ആവറേജ് എന്ന് പറയുന്ന ആശയം അറ്റ്ലീസ്റ്റ് എത്രയാണെന്ന് പറയുന്നത് ഇവിടെ 80. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എല്ലാ എക്സുകളും ആഡ് ചെയ്ത് എത്ര വരും? 3x പ്ലസ് 5 പ്ലസ് 10 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഡിവിഷൻ ആണ്. ഇവിടെ പോലും എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് 80 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? 3x പ്ലസ് 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 240. അതായത് 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 240 മൈനസ് 15. 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 225. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 225 ബൈ 3. എത്രയാണ് 225 ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75. അപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷന് 75ഓ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ സ്കോർ ചെയ്യുകയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 80 മാർക്സ് എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്ന രീതിയിൽ ആയിരിക്കും.